ഇന്ന് നമ്മുടെ ഓരോ വീട്ടിൽ നടക്കുന്ന ഒരു സാധാരണ കാഴ്ചയിലേക്ക് പോയാലോ? കുട്ടി മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ പല പ്രാവശ്യം വിളിക്കുന്നു. വാ, പഠിക്കാനിരിക്കുക, ഹോംവർക്ക് ചെയ്യ്, നാളെ പരീക്ഷയല്ലേ, ഫോൺ മാറ്റിവെക്കൂ. പക്ഷേ കുട്ടി കേൾക്കുന്നു പോലുമില്ല. അവസാനം അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ ഫോൺ പിടിച്ചു വാങ്ങി കുട്ടിയെ ബുക്കിന് മുമ്പിലിരുത്തി. അമ്മയുടെ മനസ്സിൽ അപ്പോൾ ഒരാശ്വാസം വരും. ഹോ, ഇനി ഫോണില്ലല്ലോ, ഇനി പഠിക്കുമായിരിക്കും. പക്ഷെ സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കുട്ടിയുടെ ശരീരം ബുക്കിന് മുന്നിലായിരിക്കും, പക്ഷേ കുട്ടിയുടെ മനസ്സിപ്പോഴും മൊബൈലിലായിരിക്കും. ഇതാണ് ഇന്നത്തെ പ്രധാന വിഷയം. കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി പഠിപ്പിക്കാനിരുത്തിയാൽ കുട്ടിക്ക് പൂർണ്ണമായി പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ? എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും ഇല്ല. ഞാൻ ഒരുപാട് പേരോട് ഈ വിഷയം സംസാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം പഠനം നടക്കുന്നത് കൈകൊണ്ട് മാത്രമല്ല, പഠനം നടക്കുന്നത് കണ്ണുകൊണ്ട് മാത്രമല്ല, പഠനം നടക്കുന്നത് മനസ്സുകൊണ്ടും ബ്രെയിൻ കൊണ്ടും വികാരാവസ്ഥ കൊണ്ടുമാണ്. 3 കാര്യങ്ങളാണ്: മനസ്സ്, ബ്രെയിൻ, ഇമോഷൻ. കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ മാറ്റാം, പക്ഷേ കുട്ടിയുടെ മനസ്സിൽ നിന്ന് മൊബൈലിന്റെ ആകർഷണം 1 സെക്കൻഡ് കൊണ്ട് മാറ്റാൻ പറ്റുമോ? ഒരു കുട്ടി മൊബൈൽ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? മൊബൈൽ കുട്ടിക്ക് പെട്ടെന്ന് സന്തോഷം കൊടുക്കും. പെട്ടെന്ന് നിറങ്ങൾ മാറുന്നു. റീലുകളിലൂടെ വിരലോടിച്ച് കുട്ടി അത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. സൗണ്ട് മാറി വരുന്നു. പെട്ടെന്ന് പുതിയ വീഡിയോ വരുന്നു. കുട്ടിയുടെ മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടുമ്പോൾ അത് കുട്ടിക്ക് കിട്ടുന്ന ഇന്റേണൽ റിവാർഡായിട്ട് മാറുന്നു. കുട്ടി സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓരോ നിമിഷവും പുതിയ കാര്യങ്ങൾ കുട്ടിക്ക് ലഭിക്കുന്നു. പക്ഷേ പഠനം അങ്ങനെ അല്ല. പഠനം ഒരു സ്ലോ പ്രോസസ്സാണ്. അവനവൻ തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സ്. വേറെ ആർക്കും പഠനമെന്നത് ഹെൽപ്പ് ചെയ്യാനാവില്ല. പഠിപ്പിക്കാൻ പറ്റും, പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ പറ്റും, പക്ഷേ പഠനമെന്നത് കുട്ടി തനിയെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് പറയുന്ന ഒരു കഥ പറയാം. ഒരു കുതിരക്കാരൻ കുതിരയെയും കൊണ്ട് നദീതീരത്തെത്തി. കുതിരയെ കുളിപ്പിച്ചു. കുതിരയ്ക്കും സന്തോഷമായി, കുതിരക്കാരനും സന്തോഷമായി. പക്ഷേ കുതിരക്കാരൻ കുതിരയോട് പറഞ്ഞു, നീ അല്പം വെള്ളം കൂടി കുടിച്ചോളാൻ പറഞ്ഞു. പക്ഷേ കുതിര എന്ത് ചെയ്താ? വെള്ളം കുടിക്കുകയില്ല. കുതിരക്കാരന് കുതിരയുടെ വായിൽ വെള്ളം കോരി ഒഴിച്ചു കൊടുത്താലും കുതിര വിഴുങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ കുട്ടിയുടെ അവസ്ഥ. ഒരു കുതിരക്കാരൻ്റെ അവസ്ഥയാണ് നമ്മളുടെ അവസ്ഥ. ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? പഠനം ഒരു സ്ലോ പ്രോസസ്സാണ്, വായന ഒരു സ്ലോ പ്രോസസ്സാണ്, എഴുത്തൊരു സ്ലോ പ്രോസസ്സാണ്, ചിന്ത സ്ലോ പ്രോസസ്സാണ്, ഓർമ്മപ്പെടുത്തൽ സ്ലോ പ്രോസസ്സാണ്. ഇതെല്ലാം വർക്ക് ചെയ്യേണ്ടത് കുട്ടിയുടെ ബ്രെയിനില്, മനസ്സില്, കുട്ടിയുടെ ഇമോഷൻ എന്താണോ അതനുസരിച്ച്. അപ്പോൾ കുട്ടിക്ക് പെട്ടെന്നൊരു റിവാർഡ്, സന്തോഷം കുട്ടിയുടെ ഉള്ളിൽ കിട്ടുന്നത് മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എങ്കിൽ മൊബൈലിൽ നിന്ന് നേരെ ബുക്കിലേക്ക് കുട്ടിയെ ബലമായി കൊണ്ടുവന്നാൽ കുട്ടിയുടെ ബ്രെയിൻ ഉടനെ തന്നെ പഠനത്തിന്റെ മോഡിലേക്ക് മാറില്ല. ബ്രെയിൻ മാറിയില്ലെങ്കിൽ കുട്ടിയുടെ മനസ്സും മാറില്ല. കുട്ടിക്ക് ഇമോഷണലി സങ്കടമാണ് വരുന്നതെങ്കിൽ, എന്നെ ദേ അമ്മ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നു എന്ന ദേഷ്യമാണ് വരുന്നതെങ്കിൽ കുട്ടിക്ക് പഠിക്കാനേ പറ്റില്ല. കുട്ടിയുടെ ബ്രെയിൻ എപ്പോൾ പഠനത്തിനുള്ള മോഡിലേക്ക് എത്തുന്നുവോ അപ്പോഴേ കുട്ടിക്ക് പഠിക്കാനാവുള്ളൂ. അമ്മ ഫോൺ പിടിച്ചു വാങ്ങിയാലും കുട്ടിയുടെ ഉള്ളിൽ ഒരു ചോദ്യം നടക്കും. അമ്മ എന്തിനാണ് മൊബൈൽ എടുത്ത് മാറ്റിയത്? ഞാൻ കണ്ട വീഡിയോ ഇനി എന്തായി? ആ വീഡിയോയിൽ അടുത്ത രംഗം എന്താണ്? എനിക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ജിജ്ഞാസ ഉണ്ടായിരുന്നു അതറിയാൻ. പക്ഷെ അമ്മ ഇതെല്ലാം തട്ടിത്തെറിപ്പിച്ചില്ലേ? ഇനി എനിക്ക് എപ്പോഴായിരിക്കും ഫോൺ കിട്ടുക? ഞാൻ പഠിച്ചാൽ അമ്മ എനിക്ക് ഫോൺ തിരിച്ചു തരുമോ? എന്തിനാണ് എപ്പോഴും എന്നോട് മാത്രം ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എൻ്റെ അമ്മ? ഇത്രയും ചിന്തകൾ കുട്ടിയുടെ മനസ്സിൽ നടക്കുമ്പോൾ കുട്ടിക്ക് ബുക്കിലെ പാഠം എങ്ങനെ പൂർണ്ണമായി പഠിക്കാനാവും? അതുകൊണ്ട് അമ്മമാർ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ തരുന്നത്. ഇത് 1-2 പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാക്കുക ആദ്യം.
ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ ഞാൻ തരുന്നുണ്ടാവും. ഇന്ന് ഒരാശയമാണ്, കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ച് മാറ്റുന്നത് കൊണ്ട് മാത്രം കുട്ടിക്ക് ഫോക്കസ് ഉണ്ടാവില്ല. കുട്ടിക്ക് ശീലമായി പോയി മൊബൈൽ കാണുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. പക്ഷേ കുട്ടിയെ നന്നായിട്ട് പഠിപ്പിക്കുകയും വേണം. കുട്ടിയുടെ മനസ്സ് പഠനത്തിലേക്ക് തിരിക്കുന്ന പ്രാക്ടീസാണ് അമ്മ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഫോണിലൊരു കോള് വന്നു. നമ്മൾ ഓടിപ്പോയി ആ കോൾ എടുത്തു. നമുക്ക് അത്യാവശ്യമുള്ളൊരു കോളായിരുന്നു. ആ കോള് കഴിഞ്ഞ ഉടനെ വന്ന് ആരെങ്കിലും ഒരു വലിയ കാര്യം സോൾവ് ചെയ്യാൻ നമ്മളോട് സംസാരിച്ചാൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ആ സമയത്താണ് പാലുകാരൻ വന്നിട്ട് നമ്മളോട് ഈ മാസത്തെ പാലിൻ്റെ പണം ഒന്ന് കൂട്ടിയിട്ട് പൈസ തരുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ചിന്തയിൽ നിന്നും, ആ പ്രധാനപ്പെട്ട കോളിൻ്റെ ചിന്തയിൽ നിന്നും കണക്കിൻ്റെ കാര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ ഒരു അല്പസമയം എടുക്കുമെന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് അതൊന്ന് എഴുതുക. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ആണെങ്കിൽ പോലും വളരെ സൂക്ഷ്മത്തിൽ ആലോചിച്ച് അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ നിന്നും നമ്മളെ ഒരാൾ ഒന്ന് തിരികെ വിളിച്ചാൽ തിരിച്ച് ആ ജോലിയിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതല്ല, മറ്റൊരു കാര്യം പറഞ്ഞാൽ അതിലേക്ക് കണക്റ്റ് ചെയ്യുവാനും സമയമെടുക്കും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ അല്ലേ? അതുകൊണ്ട് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടിയില്ല എങ്കിൽ നമ്മുടെ മക്കൾക്ക്, ഈ കൊച്ചു മക്കൾക്ക് ഈ ഒരു പ്രോസസ്സ് അവരുടെ ബ്രെയിനിൽ നടക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലോട്ടൊന്ന് രേഖപ്പെടുത്തിക്കുകയും നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വിഷമിക്കുന്നത് നമ്മളുടെ സമൂഹത്തിലെ കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാവുന്നത്ര ഓരോ അമ്മമാരും അവനവൻ്റെ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുക. അതാണ് വേണ്ടത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. കുട്ടി കണ്ട വീഡിയോ അല്ലെങ്കിൽ ഗെയിം അല്ലെങ്കിൽ കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു ചെറിയ കണ്ടന്റ്, ഒരു 30 സെക്കൻഡിൻ്റെ കണ്ടന്റ്, ഇതിൻ്റെ എനർജി കുട്ടിയുടെ ഉള്ളിൽ തുടരുക തന്നെയാണ്. അമ്മ ബലമായി പിടിച്ചിരുത്തുന്ന സമയത്തും കുട്ടിയുടെ ഉള്ളിൽ ഈ എനർജി തന്നെയാണ് തുടരുന്നത്. അപ്പോഴാണ് അമ്മ പറയുന്നത്, ഇപ്പൊ പഠിച്ചേ, ഇപ്പൊ ഇരുന്ന് പഠിക്കും. അപ്പോൾ കുട്ടിക്ക് തോന്നും ഇതെനിക്കൊരു പണിഷ്മെന്റ് ആണ്. കുട്ടിക്ക് ലോകത്തെ ഏറ്റവും വെറുപ്പുള്ള വ്യക്തിയായിട്ട് തോന്നുന്നത് അമ്മയായിരിക്കും. അപ്പോൾ കുട്ടി പഠനത്തെ സ്നേഹിക്കാതെ പഠനത്തെ വെറുക്കാൻ തുടങ്ങും. ഇന്ന് പല വീടുകളിലും പഠനം ഒരു യുദ്ധക്കളത്തിലേക്ക് മാറുന്നതിന് ബേസിക് കാരണം ഇതാണ്. ഈ ഒരു മാറ്റത്തിനുള്ള ടൈം കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നില്ല എന്നതാണ്. ഇതാണ് ഈ വീഡിയോയുടെ കീ പോയിന്റ്. വീണ്ടും പറയുന്നു, കുട്ടിക്ക് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് മാറുവാനുള്ള ആ ടൈം കുട്ടിക്ക് കിട്ടാതെ വരുന്നത് കൊണ്ട്, കുട്ടിയുടെ ബ്രെയിനും മനസ്സും കൺഫ്യൂഷനിലാകുന്നത് കൊണ്ടാണ് കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്തത്. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയേ മതിയാവുള്ളൂ. നമ്മൾ മുതിർന്നവരങ്ങനെ ശ്രമിച്ചേ മതിയാവുള്ളൂ. വേറെ ആരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാനുണ്ടാവില്ല. നമ്മൾ ടീച്ചർമാരും അച്ഛനമ്മമാരും ഒന്നിച്ച് നിന്നാലേ നമ്മുടെ മക്കളെ നേരായ വഴി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി അടുത്തത്, കുട്ടി പഠനത്തെ സ്നേഹിക്കാതെ ഇരുന്നാൽ, പഠനത്തെ വെറുക്കാൻ തുടങ്ങിയാൽ, വീടൊരു യുദ്ധക്കളമായി മാറിയാൽ, അമ്മ ഒരു വശത്ത് ശത്രുപക്ഷത്ത്, കുട്ടി മറ്റൊരു വശത്ത്, മൊബൈൽ നടുക്ക്. അമ്മയുടെ വാക്ക് ഫോൺ മാറ്റിവെക്കൂ, കുട്ടിയുടെ വാക്ക് 5 മിനിറ്റൂടെ. അമ്മ പറയും എപ്പോഴും ഒരു 5 മിനിറ്റ് ഉണ്ട്. കുട്ടി പറയും എനിക്ക് പഠിക്കാൻ ഒരു മൂഡുമില്ല, ഞാൻ ബോറടിച്ചു. ഇങ്ങനെ ഓരോ ദിവസവും ഒരേ ഡ്രാമ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആവർത്തിക്കുകയാണെങ്കിൽ അമ്മ തളരും. പറഞ്ഞ് അമ്മ തളരും. കുട്ടി ദേഷ്യപ്പെടും. വീട്ടിലെ സമാധാനം പോകും. സമാധാനം പോകുന്നിടത്ത് എല്ലാ കാര്യങ്ങളിലെയും സമാധാനം പോകും. ചെറിയൊരു
താക്കോൽ കൂട്ടം കാണാതെ പോയാൽ പോലും അമ്മമാർ അസ്വസ്ഥമായി പോകുന്നതിനും കാരണം ഇതൊക്കെ തന്നെയാണ്. ഓർമ്മിക്കുക, നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടെങ്കിലേ ബാക്കി എല്ലാം നേരെയാവുകയുള്ളൂ. ഈ സമയത്ത് അമ്മയ്ക്ക് തോന്നും കുട്ടി അനുസരണക്കേടാണ് കാണിക്കുന്നതെന്ന്. എൻ്റെ കുട്ടിക്ക് പഠനത്തിൽ താല്പര്യമില്ല. പിന്നൊരു കുറ്റബോധം കൂടെ തോന്നും. എനിക്ക് പേരൻറ്റിങ് സ്കിൽ ഇല്ലേ? അതോ ഞാനൊരു മോശപ്പെട്ട അമ്മയാണോ? ഇവിടെ കുട്ടിയുടെ തെറ്റല്ല, അമ്മയുടെ തെറ്റല്ല, സാഹചര്യങ്ങൾ ഒരുക്കിയ തെറ്റാണ്. ആദ്യം ഗിൽറ്റ് ഫീലിംഗ് ആർക്കും വേണ്ടേ വേണ്ട. ഇതിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യാവുന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രം മതി. ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടെങ്കിൽ ആർക്കും വളരാനാവില്ല. ഇവിടെ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരാം നമുക്ക്. മൊബൈൽ പിടിച്ചെടുക്കുന്ന പേരന്റിംഗ് അല്ല നമുക്ക് വേണ്ടത്. മൊബൈൽ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്ന പേരന്റിംഗ് ആണ് വേണ്ടത്. കുട്ടിക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാവണം. എൻ്റെ സമയത്തിന് വിലയുണ്ട്, ഇന്ന സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ ഇന്നതേ ചെയ്യൂ എന്നൊരു ബോധ്യം കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് നമുക്ക് പരിശീലിപ്പിക്കേണ്ടത്. ഇത് ദിവസേന നമുക്ക് ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവരാവുന്ന ഒരു കഴിവാണ്. നമുക്ക് എല്ലാ ദിവസവും ജിമ്മിൽ പോയാൽ മസിൽ വളരും അല്ലെങ്കിൽ മസിൽ വരും എന്നൊരു ധാരണയുണ്ട്. പക്ഷേ ജിമ്മിൽ പോകാതെ വല്ലപ്പോഴും ഒക്കെ പോയതുകൊണ്ട് ശരിയാവുമോ? എല്ലാ ദിവസവും പോകണ്ടേ? അതുപോലെ തന്നെയാണ് ഫോക്കസ് മസിലും ഒരൊറ്റ ദിവസം കൊണ്ട് വരില്ല. ഫോക്കസ് ഒരു മെൻ്റൽ മസിലാണ്. അത് ദിവസേനയുള്ള ചെറിയ ചെറിയ പ്രാക്ടീസിലൂടെ വളർത്തണം. അപ്പോൾ അമ്മ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. ഇന്ന് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുക. ഞാൻ അതിൻ്റെ സ്റ്റെപ്പുകളും കൂടെ പറയട്ടെ. അതിനകത്ത് ഏറ്റവും പ്രധാനം, കുട്ടിക്ക് 4 മണി വിട്ട് വന്നാൽ ആഹാരമൊക്കെ കൊടുത്ത് എക്സർസൈസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞിനോട് പറയുക, നിനക്ക് മൊബൈൽ കാണണമെങ്കിൽ കണ്ടോ, ഇത്ര മണി വരെ, പക്ഷേ കൃത്യം ആ സമയത്ത് എനിക്ക് മൊബൈൽ തിരിച്ചു തരണം. കുഞ്ഞ് കാണുന്നത് എന്താണെന്ന് കൂടി അമ്മ മനസ്സിലാക്കണം. ഈ ഒരൊറ്റ പ്രാക്ടീസ് നിങ്ങൾ ആദ്യം ചെയ്യുക. പിന്നീട് പഠനത്തിലേക്ക് വരുമ്പോൾ കുട്ടിയെ പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു 5 മിനിറ്റ് ഫ്രീ ആയിട്ട് വിടണം. കാഴ്ചകൾ കാണാൻ വിടണം. മുറ്റത്തെ കാഴ്ചകൾ കാണട്ടെ. വീടിനുള്ളിൽ പോലും കടന്നു വരുന്ന ഒരു ചിത്രശലഭത്തെ കുഞ്ഞ് കണ്ടോട്ടെ, ഒരു പൂമ്പാറ്റയെ കണ്ടോട്ടെ, എന്തുവാവാം, ഒരു ചിത്രം കണ്ടോട്ടെ. കുട്ടി തന്നെ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ കാണിക്കാം. ഇതൊക്കെ കുട്ടിക്ക് കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കും. നാളെ ഞാൻ വേറൊരു മാർഗവും കൂടി പറഞ്ഞു തരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം, കാരണം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമല്ലോ. മറ്റൊന്ന്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറയുക. അതനുസരിച്ച് കണ്ടൻറ്റ് ചെയ്തു തരുന്നതായിരിക്കും. നമ്മളുടെ ലക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതരായിട്ട് ഇവിടെ പഠിച്ച് വലിയ ആളുകളാകുക, ഒപ്പം ജീവിതവും പഠിക്കുക. ലെറ്റ്യൂഡിൽ ഇത് പരിശീലിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു മെസ്സേജ് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, സ്വയം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കും. അവിടെ ജോയിൻ ചെയ്തോളൂ. അവിടെ എല്ലാ ദിവസവും ഒരു മെസ്സേജ് വെച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.